കുന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററായ 1772 മലയാളം മംഗ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വൺ പീസിന്റെ മംഗ റിലീസ് ആകുന്നവർ തന്നെ അപ്പം തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് തരണം. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ഈ വീഡിയോക്ക് തരാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്താൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ പേര് ദി എൽബ് ഓഫ് ഐ അഡ്മർ എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ബോൺ ചാനാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് അവിടെ ഇരുന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനെ പോലെ തന്നെ കുറച്ച് സ്വാംസും പുറകിലുണ്ട്. അതിലൊരാളുടെ തലയിലായിട്ട് ചെറിയൊരു സ്ട്രോ ഹാരി പോലത്തെ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചാപ്റ്ററിലേക്ക് നമ്മൾ ഒഫീഷ്യലി കടക്കാൻ നേരത്ത് എൽബോഫിന്റെ ആ ഒരു വലിയൊരു ട്രീ ആണ് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഗബാൻ പറയുന്നുണ്ട്, പ്രധാനമായിട്ടും 3 എതിരാളികളാണ് മുകളിലുള്ളത്. അവരുടെ ഒബ്ജക്റ്റീവ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. എൽബോഫിലെ 10 കുട്ടികളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് ഹോളി ലാൻഡിലേക്ക് ചെല്ലണം. എന്നിട്ട് അവരായിട്ട് ഒരു ലിവിങ് ഷീൽഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എൽബോഫിലെ വാരിയേഴ്സിനെ അവരുടെ അടിമകളാക്കണം. ഇതാണ് അവരുടെ മെയിൻ പ്ലാൻ. ഇതെല്ലാം കേൾക്കുന്ന ഹജറുദ്ദീൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല 3 മനുഷ്യരെ കൊണ്ടാണോ ഇതെല്ലാം സാധിച്ചത്? ഈവൻ നമ്മുടെ ജയൻ വാരിയേഴ്സിനും അല്ല യാസാനും പോലും അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ലേ? എന്നോട് ക്ഷമിക്ക് ആ ഒരു കാര്യത്തിൽ. ആ ടൈമിലാണ് നമ്മുടെ സാഞ്ചി ചോദിക്കുന്നത്, അല്ല അവർ പിള്ളേരായിരിക്കും എങ്കിലും അവർ ജയൻസ് അല്ലേ, അവരെല്ലാവരും അവിടേക്ക് കൊണ്ടുവന്നത് അതെങ്ങനെയായിരിക്കും സാധ്യമായത്? അപ്പോഴാണ് ഗബാൻ പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്. അവരുടെ എബിലിറ്റി കുറച്ച് സ്ട്രേഞ്ച് ആണ്, ഒരു ആരോ എബിലിറ്റിയാണ്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് അവളെല്ലാവരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോ പോണ സ്ഥലത്തേക്ക് അവരെല്ലാവരും പോകുന്നുണ്ട്. കറൻലി ഇപ്പോൾ പടിഞ്ഞാറുള്ള ഒരു വില്ലേജ് ഹാർബറിലേക്കാണ് കുട്ടികളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു കാര്യം ഉറപ്പാണ്, അവരെങ്ങാനും കടലിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടു പോകും. ആ സമയത്ത് റോഡോ ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് പിള്ളേരെ ഫോഴ്സ് യൂസ് ചെയ്ത് പിടിച്ചെടുത്താൽ പോരെ? ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ഗബാൻ പറയുന്നുണ്ട്, ആ 3 പേരുടെ കൂട്ടത്തിൽ ഒരാളെ എനിക്കറിയാം. അവൻ്റെ പേര് ഷുമേസ് എന്നാണ്. ആൻഡ് അവനായിട്ട് ത്രോൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് അവന് നല്ല വൈൻസ്, അത് ഷാർപ്പായുള്ള ത്രോൺസ് ഉള്ള വൈൻസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വൈൻസ് ആയിട്ട് പലതും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇതേ വൈൻസ് കൊണ്ട് അവൻ എല്ലാ കുട്ടികളെയും പൊതിഞ്ഞ് കെട്ടിയിരിക്കുവാണ്. സോ നമ്മളെങ്ങനെ അവരെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ വേദനിപ്പിക്കും. സോ നമ്മളെങ്ങനെ ബലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം വലിഞ്ഞു മുറുകി കുട്ടികളെ വേദനിപ്പിക്കുന്നതാണ്. അല്ല അത് ശരിക്കും ക്രൂരല്ലേ എന്ന് ഇത് കേൾക്കുന്ന ഗർഡ് പറയുന്നുണ്ട്. ഇനി ആ കൂട്ടത്തിലെ 3ാമത്തെയും ഏറ്റവും അവസാനത്തെ ആളുടെ പവർ എന്ന് പറയുന്നത് പേടി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പിള്ളേരെല്ലാം ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പേടി സ്വപ്നങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം. ഒറ്റ നോട്ടത്തിൽ ഡേലൈറ്റിൽ അവരെല്ലാവരും നടന്നു പോകുന്ന പോലെയാണ് തോന്നുന്നെങ്കിലും അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത് പറയുന്നത് നിയർലി ഇമ്പോസിബിളായ ഒരു ടാസ്ക് തന്നെയാണ്. ഇൻട്രോഡേഴ്സ് അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു ട്വിസ്റ്റഡ് ആയുള്ള ഗെയിമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കേൾക്കുന്ന ഹജറുദ്ദീൻ അപ്പോൾ പറയും ചെയ്യും, യാസാൻ പേടിക്കണ്ട, നമ്മൾ എന്ത് വില കൊടുത്തും പിള്ളേരെല്ലാവരും രക്ഷിച്ചിരിക്കും. ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും ക്വിക്കസ്റ്റ് ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞ് അവരുടെ 3 പേരുടെയും എബിലിറ്റി കൗണ്ടർ ചെയ്യുക എന്നാണ്. അല്ല അവർ ഇമോർട്ടൽ ആണെങ്കിലും അവരെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കാണുമല്ലോ. ഈവൻ അവരെ ട്രാപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ ക്രഷ് ചെയ്യുന്നോ, അല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ഗോൾഡ് ബർ പറയുകയും ചെയ്യും. അതെന്തായാലും കൊള്ളാം, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, നമ്മളിതേ സൺ റില്ലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നിടത്ത് അവർ നേരെ ആ ഒരു ലിഫ്റ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവർ കണ്ട കാഴ്ച അത്രത്തോളം ഭീതി പരത്തുന്നതായിരിക്കും. ഒരു വലിയൊരു സ്കെൽറ്റനും ഒരു വലിയൊരു ഡ്രാഗനും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ലല്ലോ, അതിലും അപ്പുറമാണ്. ഈ ദുസ്വപ്നത്തിനൊന്നും അതിരുകളില്ലേ? നോക്കിക്കെന്ന് പറയുന്നിടത്ത് തന്നെ അവർക്ക് കാണാൻ പറ്റുന്ന അത്രയും ദൂരത്തേക്ക് മുഴുവൻ ഇതേപോലത്തെ ജീവികൾ മാത്രമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഹജറുദ്ദീൻ അത് കാണുന്നത്. അതെ, ഡോറിയും ബ്രോഗിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പിള്ളേരെ പുറകെ പോയിരുന്നു. പക്ഷേ ആ മോൺസ്റ്റേഴ്സ് എല്ലാവരും അവരെ താഴ്ത്താക്കി. അതേസമയം ഒരുത്തനാട്ടെ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്, ഹജറുദ്ദീൻ അത് നീയാണോ? കാശിസാൻ താങ്കൾ ഓക്കെ അല്ലേ? ഭാഗ്യം. അല്ല ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ റിലം ഓഫ് ഡെഡിലായിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് ഹജറുദ്ദീൻ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ എന്ത്? ഡോറിയും ബ്രോഗയും ഇപ്പൊ എൽഡർ ജാറിനെ കൊല്ലാൻ നോക്കുന്നു. അല്ല അവർക്ക് എന്താണ് പറ്റിയത്? അവർക്ക് വട്ടായോ? അതെ, നീ അവരെ എന്ത് വില കൊടുത്തും സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അല്ല കാശിസാൻ, അപ്പോൾ നമ്മുടെ പിള്ളേരോ? റിപ്ലിയും ബാക്കിയുള്ളവരെല്ലാവരും പിള്ളേരുടെ പുറകിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഹാർബറിൽ എത്തിയൊന്നും പോലും ഒരു പിടുത്തവുമില്ല. റോഡോ, ഞാൻ പറയുന്നു ഒന്നുകൂടെ കേൾക്ക്. എന്ത്? എൻ്റെ അനിയനും അവരുടെ കയ്യിലുണ്ടെന്നോ? അല്ല അതെങ്ങനെ സാധ്യമാകും? ഞാനിതാ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോഡോട്ടെ പെട്ടെന്ന് അവിടേക്ക് ഓടുന്നുണ്ട്. റോഡോ വെയിറ്റ് ചെയ്യ്, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗർഡും അതേപോലെ തന്നെ ഗോൾഡ് വർക്കും അവൻ്റെ കൂടെ പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സാഞ്ചി ചോദിക്കുന്നത്, ഹേ കാശി, സ്കൂൾ ഏത് ഭാഗത്തേക്കാണ്? നാമിസാനും ബാക്കിയുള്ളവരെല്ലാവരും അവിടെയാണുള്ളത്. ഞാൻ ദൂരത്ത് കാണുന്ന തീ കണ്ടോ? അത് വരുന്നത് സ്കൂളിൽ നിന്നും ലൈബ്രറിയിൽ നിന്നാണ്. ആ ടൈമിൽ സോറോ ചോദിക്കുന്നുണ്ട്,
അല്ല, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഡോറിയും ബ്രോഗിയും വട്ടുപിടിച്ച പോലെ നിൽക്കുന്നതെന്നാണോ? അതെ, എൽഡർ ജാറുൽ ഇപ്പോൾ അപകടത്തിലാണ്. നിങ്ങൾ എന്ത് വില കൊടുത്തും അവരെ രക്ഷിച്ചിരിക്കണം. അത് കഴിഞ്ഞും കാണിക്കുന്നത് എൽബഫിന്റെ ഓരോരോ സ്ഥലങ്ങളാണ്. ബ്രാഞ്ചീറ്റിൽ ഓരോരുത്തരും എവിടെയൊക്കെയാണെന്നാണ് കൃത്യമായി കാണിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ അത്യാവശ്യം പരിതാപകരമായിരുന്നു. അത് മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ലൈബ്രറിയുടെ അടുത്തുള്ള ബാക്കിയുള്ള സ്ട്രോ ഹെഡ്സിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ജിംബെ പറയും ചെയ്യും, ചോപ്പർ എന്തായാലും ഇപ്പോൾ വരാൻ സമയമായിട്ടുണ്ട്, ബ്രോക്കും പോയിട്ടുണ്ട്. പക്ഷേ അവൻ എന്തുകൊണ്ട് ഒപ്പിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ ലൈബ്രറിയൊക്കെ നിന്ന് കത്തുന്ന റോബിൻ പറയും ചെയ്യും, ലൈബ്രറി കത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ ടൈമിൽ തന്നെ നാമി പറയും ചെയ്യും, കോപ്പ് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂ, പിള്ളേരൊക്കെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഇതേ സമയം ഉസോപ്പോട്ട നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ ഡോറി, ബ്രോക്കി, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത്? താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതേ സമയത്ത് ഡോറിയും ബ്രോഗിയും എൽഡർ ജാറുലിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അതായത് പടിഞ്ഞാറുള്ള ആ ഒരു വില്ലേജിലേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ള ജെയിൻസ് പറയുന്നുണ്ട്, ക്യാപ്റ്റൻസ് താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? കണ്ണു തുറന്ന് നോക്കേണ്ടത് നോക്ക്. മറ്റൊരു സൈഡിൽ ചൈൽഡ് റെസ്ക്യൂ ടീം മുന്നിലേക്ക് പോകാൻ നേരത്ത് ഹോസ്റ്റേജ് ഗ്രൂപ്പും മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം പിള്ളേരൊക്കെ പേടിച്ച് പറിച്ചിരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ ഗബാന്റെ മകൻ പറയുന്നുണ്ട്, നീക്ക് എന്ത് കാണിക്കുവാണ്? നമ്മളെല്ലാവരും എൽബഫിന്റെ വാരിയേഴ്സാണ്, നമ്മൾ കരഞ്ഞൂടാ. പിന്നെ നമ്മൾ വാരിയേഴ്സ് ഒന്നും അല്ലെന്നും പറഞ്ഞിട്ട് അവരായിട്ട് വീണ്ടും കരയുന്നുണ്ട്. അതേസമയം പടിഞ്ഞാറ് ആ ഒരു വില്ലേജിൽ പറയും ചെയ്യും, എൽഡർ ജാറുൽ നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. മാസ്റ്റർ ഡോറിയും ബ്രോഗിയും ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിനക്കൊക്കെ ഓടണമെങ്കിൽ ഓടിക്കോ, ഞാൻ ഓടുന്നില്ല. എനിക്ക് എൽബഫിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനട്ടെ അവൻ്റെ ഡണ്ടൻ മോശിയായിട്ട് ഓണാക്കുന്നുണ്ട്. എൽബഫിലോടെ എല്ലാവരോടും കൂടെ കേൾക്കാനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചധികം സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാജാവായിട്ടുള്ള ഹാർൽ ഈ ലോകവും നമ്മുടെ എൽബഫുമായിട്ട് ഒത്തുചേർക്കാനായിട്ട് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കൂടെ കൂടിയിരുന്നു. ഇതെല്ലാം ദൂരത്തെത്തുന്നുണ്ട്, ഈ മൂം കേൾക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ എഫേർട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബിട്രേ ചെയ്യുകയാണ് ഉണ്ടായത്. 14 വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവസം ഇവിടെ ഉണ്ടായത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഹാറിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സിനെയും കൊന്നത്. അവനും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ ഒരു മോൺസ്റ്റേഴ്സിനെ പോലെ ഒരു ഡീമനായി മാറിയിരുന്നു. എന്നാൽ അവൻ്റെ അവസാന ശ്വാസവും എൽബഫിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. ഒരു ഡീമനായിട്ട് മാറിയിട്ട് പോലും അവൻ ഈ എൽബഫിന് വേണ്ടി നിൽക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ താങ്കൾ ഈ പറഞ്ഞു വരുന്നത് ലോക്കി അല്ല കൊന്നാണോ? ഞാൻ ഇത്രയും നാള് ഇതൊന്നും പുറത്ത് പറയാഞ്ഞത് പേടി കൊണ്ടായിരുന്നു, നിങ്ങളെല്ലാവരോടുള്ള പേടി കൊണ്ട്. കാര്യം സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടും. അതായിരുന്നില്ല നമ്മുടെ കിങ്ങിന് വേണ്ടത്. ലോക്കി അവൻ എല്ലാ കുറ്റങ്ങളും ഒറ്റക്ക് ചുമക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ കടലിലേക്ക് പോയത്. പിന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ലോക്കി ഒരു കുറ്റക്കാരനല്ല, അവൻ നിരപരാധിയാണ്. ഇതെല്ലാം കേൾക്കാൻ നിർത്ത് സോറ പറയുന്നുണ്ട്, ഇങ്ങനെ ശരിക്കും ഒരു ഷോ തന്നെയാണല്ലോ ഇവിടെ കാണിക്കുന്നത്. എൽഡർ ജാറുൽ താങ്കൾ എന്തൊക്കെ നീ പറഞ്ഞു വരുത്തുന്നത്? ഇന്നതേ നമ്മുടെ മണ്ണിലേക്ക് അതേപോലത്തെ 3 ഡീമൺസ് ആണ് വന്നിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും അവരുടെ അടിമകളാക്കുക എന്നാണ്. പക്ഷേ സത്യം അതല്ല. നമ്മുടെ ശക്തി എന്താന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇനി ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് ഇവിടെയുള്ള ആ ഡീമൺസിനോടാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൾച്ചർ എടുക്കാം, ഞങ്ങളുടെ ഹിസ്റ്ററി എടുക്കാം, പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും നിങ്ങൾ വെറുതെ വിടണം. പിന്നെ ഇതെല്ലാം കാണിക്കാൻ നിർത്ത്. നിങ്ങൾ ഞങ്ങളുടെ വില്ല് ക്രഷ് ചെയ്യുക എന്നാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഹാർലല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഹാർലിന്റെ അത്രയും ക്ഷമയും കാണത്തില്ല. നിങ്ങളിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുട്ടുമടക്കി ഞങ്ങൾ നിങ്ങളുടെ അടിമകളാകുന്നതല്ലേ? പക്ഷേ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാതുകൾ പൊത്തിക്കോളൂ. ഇതേ സമയം ഉസോപ്പ് ഉച്ചത്തിൽ കിടന്ന് കാറുന്നുണ്ട്. ജാറുൽ അത് തന്നെ ഞാൻ വിചാരിച്ചിരുന്ന എൽബഫ് അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് കാറുന്നുണ്ട്. ഹാർൽ ഒരിക്കൽ ഒരു വലിയൊരു പ്രവസിനെ പറ്റി പറഞ്ഞിരുന്നു, ഈ ലോകം ഒരിക്കൽ 2ആയി മാറുമെന്നാണ്. എങ്കിൽ മാറട്ടെ. സോ എല്ലാവരും കേട്ടോളൂ, അത് തന്നെയാണ് ഇന്നിവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ദിവസം മുതൽ എൽബഫ് ഈ വേൾഡ് ഗവൺമെന്റിനെ എതിരായിട്ടായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത്. കുറച്ച് മുള്ളുകളും ഇലൂഷൻസും പിന്നെ നിങ്ങളുടെ ഈ റിവേഴ്സി ഗെയിമും കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതെല്ലാം കേൾക്കുന്ന സോറോപ്പ പറയുന്നുണ്ട്, ഈ കളവൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഉള്ള ഒരു പൈററ്റ് ആയിരുന്നു അത്. ഞങ്ങൾ ഒരിക്കലും മുട്ട് മടക്കുന്നതല്ല. സോ എൽബഫിന്റെ വാരിയേഴ്സ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൽഡർ ജാറുൽ ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഉസോപ്പിനെ കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലായിരുന്നു. അവൻ സ്വപ്നം കണ്ട എൽബഫാണ് അവൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്, ദി വാരിയേഴ്സിന്റെ എൽബഫ്. അതേസമയം ഡോറിയും ബ്രോഗിയും അവരുടെ അടുത്തേക്ക് വരാൻ നിർത്ത് അവൻ ഉച്ചത്തിൽ അലറുന്നുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ടും ഹാർഡിൽ സ്വപ്നം കണ്ട ഈ സമാധാനം കാത്തു സൂക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഹജുറുദ്ദീനും ബാക്കിയുള്ളവരും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുമുണ്ട്. അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് സോറോ അത് പറയുന്നത്. തൻ്റെ സോഡ് പതുക്കെ അൺലിസ്റ്റ് ചെയ്തിട്ട് പറയുകയും ചെയ്യും, നിങ്ങൾ ആരും പേടിക്കണ്ട, എൻ്റെ പക്കൽ ഒരു
ഐഡിയയുണ്ട്. ഗൈസ്, നെക്സ്റ്റ് വീക്ക് ബ്രേക്കല്ലെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അതിനർത്ഥം വരുന്ന ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പോയിലേഴ്സും അടുത്ത വെള്ളിയാഴ്ച അടുത്ത ചാപ്റ്റർ റിലീസ് ആകുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.